നമ്മളിപ്പോൾ അവസാനം കേൾക്കുന്നത് ഈ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന നമ്മളെല്ലാം പ്രിയപ്പെട്ട നടനാണ് പ്രേംകുമാർ, കഴക്കൂട്ടം പ്രേംകുമാർ എന്നാണ് തിരുവനന്തപുരത്ത് നമ്മളൊക്കെ സുഹൃത്തുക്കളുടെ ഇടയിൽ പറയുന്നത്. അപ്പോൾ പ്രേംകുമാറിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ നീക്കമെന്നും പ്രേംകുമാർ കോൺഗ്രസിലേക്ക് പോകുന്നുവെന്നും ബഹുമാനപ്പെട്ട KC വേണുഗോപാലുമായി സംസാരിച്ചുവെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ പ്രേംകുമാർ പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ്റെ ഒരു വർത്തമാനം പുറത്തു വന്നിരുന്നു. അദ്ദേഹം അങ്ങോട്ട് പോകുന്തോറും സജി ചെറിയാൻ എന്നെ തല്ലണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ പോവുള്ളൂ, ചില വ്യക്തികൾ ഇതാണ് ഞാൻ, ഇങ്ങനെ എനിക്കാവാൻ പറ്റൂ, അങ്ങനെയാണെന്ന് ഇങ്ങനെ ഉറക്കെ പറയുന്ന ആൾക്കാരുണ്ട്, പ്രസ്താവിക്കുന്നത് പോലെ തന്നെ. എന്ത് വൃത്തികെട്ട വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാളെ ഇത്രയും അവഹേളിക്കേണ്ട കാര്യമുണ്ടോ? ഒരു താൽക്കാലിക സ്ഥാനത്തേക്ക് ഞങ്ങൾ തന്ന ദാക്ഷണ്യം പോലെ നിങ്ങളെ പിടിച്ചിരുത്തി അത് ഭംഗിയായിട്ട് ചെയ്തു, പണി തീർന്നു, പൊക്കോ. ഇതാണോ അദ്ദേഹം ഒരു കലാകാരനാണ്. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവരിങ്ങനെയാണ്. നാളെ സജി ചെറിയാനെ ഇതേപോലെ ഈ പാർട്ടി വേണമെങ്കിൽ സീറ്റ് തന്നു, മന്ത്രിയാക്കി, 2 തവണ വെളിയിൽ പോയി, വീണ്ടും കയറ്റി, മതി പണി നിർത്തിക്കോ എന്ന് സജി ചെറിയാനോടും പറയും എന്നുള്ളതിൽ സജി ചെറിയാൻ ഓർത്താൻ നല്ലത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പ്രേംകുമാർ വിഷയത്തിൽ കോൺഗ്രസിലേക്ക് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ CPM എന്തായിരിക്കും ഇതിൽ നിന്ന് പഠിക്കുന്ന ഒരു പാഠം? CPM പാഠം പഠിക്കുമെന്നുള്ളത്, അതായത് നമ്മൾ ഈ വിഷയത്തിൽ പ്രധാനമായും പറയേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിനെ സന്ദർശിച്ചിരുന്നു, അല്ലെങ്കിൽ കാണാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നു. പക്ഷേ ഭാഗ്യവശാലെന്നോ നിർഭാഗ്യവശാലെന്നോ അദ്ദേഹം ആ വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷേ കടകംപള്ളി പറയുന്നുണ്ട് അദ്ദേഹത്തെ വീണ്ടും ഒരിക്കൽ കൂടി കാണാനുള്ള ശ്രമം നടത്തുമെന്ന് പറയുന്നുണ്ട്. ഒരു അനുനയ നീക്കത്തിലേക്ക് പോവുകയാണ്. പ്രേംകുമാർ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഭയം CPM-നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമുക്കറിയാം, കഴക്കൂട്ടം പ്രേംകുമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് പറയുന്നു. സ്വാഭാവികമായും അതെ, നാട്ടിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നാട്ടുകാർ വിളിക്കുന്ന സ്നേഹത്തോടെ. അപ്പോൾ ഈ പറയുന്നത് പോലെ മത്സരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരുപക്ഷെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി കഴക്കൂട്ടത്ത് പ്രേംകുമാറിനെ നിർത്തുകയാണെങ്കിൽ കടകംപള്ളിക്ക് അത് വലിയ തിരിച്ചടി തന്നെയാണ് സമ്മാനിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും. കാരണം കടകംപള്ളിക്കെതിരെ ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ള പോലെ, ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ ഒരു വിഷയമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാർത്ഥിയായി UDF-ൽ നിന്ന് ആര് വന്നാലും കടകംപള്ളിയുടെ വിജയം അനിശ്ചിതത്വത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിലാണ് ഈ പ്രേംകുമാറിനെതിരെ ഇങ്ങനെ ഒരു വിഷയം വന്നിരിക്കുന്നതും പ്രേംകുമാറിനെ അനുനയിപ്പിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി CPM-നുണ്ടാകും, പ്രത്യേകിച്ച് കടകംപള്ളിക്ക് ഉണ്ടാകും എന്നുള്ളത് കടകംപള്ളിക്ക് വ്യക്തമായ ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രേംകുമാറിനെ കാണാൻ പോയിരിക്കുന്നത്. അവിടെ ഈ പറയുന്ന സജി ചെറിയാനെ പോലെയുള്ള ആളുകളുടെ ചില പ്രസ്താവനകൾ വലിയ തിരിച്ചടി ഉണ്ടാക്കും, അല്ലെങ്കിൽ അതൊക്കെ പാർട്ടി പ്രതിരോധത്തിലാക്കുന്നതാണ് എന്നുള്ളത് ഇവരൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രേംകുമാർ ഏത് സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ ആശാവർക്കർമാരെ അനുകൂലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രത്യേകിച്ച് ഒരു സൂചന പോലും നൽകാതെ പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തെ മാറ്റി റസൂൽ പൂക്കുട്ടി ആ സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു. അതിന് പിന്നാലെ പലപ്പോഴായി പലരും ഇദ്ദേഹത്തെ വ്യക്തിഗതമായി ആക്ഷേപിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദൻ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു തുടർ ഭരണത്തെക്കുറിച്ച്. ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷവും സച്ചിദാനന്ദൻ തന്റെ സ്ഥാനം അലങ്കരിക്കുന്നതിന്റെ അതിന്റെ ഒരു അതൃപ്തിയാണ് കഴിഞ്ഞ ദിവസം പ്രേംകുമാർ വ്യക്തമായി വന്ന് പുറത്തു വന്ന് പറയാതെ പറഞ്ഞത് എന്നല്ല, പറഞ്ഞത് തുറന്നു തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെ, ശരിയാണ്. അപ്പോൾ പ്രേംകുമാറിന് ഒരു അതൃപ്തിയുണ്ട്, പ്രേംകുമാറിന് ഒരു താല്പര്യക്കുറവുണ്ട്. അദ്ദേഹം വർഷങ്ങളായി ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി വന്ന പ്രേംകുമാറിന് അങ്ങനെ ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് ആകുന്നില്ലെങ്കിൽ അത് പാർട്ടിയുടെ വലിയ തോൽവി തന്നെയല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഐഷ പോറ്റിയുടെ കാര്യം നമുക്കറിയാലോ. കൊട്ടാരക്കര ഐഷ പോറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വനിതയില്ല. അവർ നല്ലൊരു അഡ്വക്കേറ്റാണ്. ഈ പറയുന്ന ബാലകൃഷ്ണപിള്ളയെ അവിടെ വിരാജിച്ചിരുന്ന ബാലകൃഷ്ണപിള്ളയെ കൊട്ടാരക്കര അവരെ വൻ ഭൂരിപക്ഷത്തിൽ തോപ്പിച്ചാണ്. അപ്പോൾ ഇതിൽ ഒന്ന് മനസ്സിലാക്കാനുള്ളത് ഹർഷ, ഈ പാർട്ടിയുടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ശരിക്കുള്ള ജെന്യൂനായിട്ടുള്ള പാർട്ടിക്കാരെയോ അല്ലെങ്കിൽ പാർട്ടി സ്നേഹമുള്ള ഇപ്പോട്ട് നല്ലൊരു മനുഷ്യനെയോ അവർക്ക് തിരിച്ചറിയാനുള്ള കഴിവ് പോയി. ഒരു നല്ല മനുഷ്യനെയോ അവരുടെ സംഘടനയിൽ ഒരു നല്ല വ്യക്തിയെയോ തിരിച്ചറിയാൻ അവർ എന്നേ മറന്നു കഴിഞ്ഞു. മനുഷ്യത്വം നഷ്ടമായ പാർട്ടി പ്രവർത്തകരാണ് CPM-ന്റെ ഇപ്പോഴുള്ള CPM പ്രവർത്തകർ. ഇപ്പോഴുള്ള CPM പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ മെറിറ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് കള്ളക്കടത്ത്, പിന്നെ മയക്കുമരുന്ന് വ്യാപാരം, അല്ലെങ്കിൽ ഈ പറയുന്ന ചെയ്യാൻ പാടില്ലാത്ത പ്രക്രിയകൾ, വെറും ക്രിമിനലുകൾ, വായിക്ക് കൊള്ളാത്തത് എന്നൊക്കെ പച്ച മലയാളത്തിൽ പറയുന്ന പോലെ
അതുകൊണ്ടാണ് ഈ ബ്രാഞ്ചിലേക്കും ലോക്കലിലും അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള നിങ്ങൾ പോയി വീട് തോറും പോയി ശബരിമല വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് വെച്ചാൽ ഈ കാണുന്ന ചട്ടമ്പിത്തരം കാണിക്കാൻ നല്ലൊരു വർത്തമാനം ആൾക്കാരോട് പറയാൻ നാവ് വഴങ്ങാത്ത, വായെടുത്താൽ സഭ്യമല്ലാത്തത് പറയാൻ അറിയാവുന്നവരാണ് ഇപ്പോൾ ഈ പാർട്ടിയിലുള്ളത്. അത് തന്നെയാണ് ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മൂല്യച്യുതി. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. കാര്യം ഈ കാണുന്ന നേതാക്കളുടെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന നേതാക്കളല്ല ഈ പാർട്ടിയുടെ ബലം എന്ന് പറയുന്നത്. ഏറ്റവും താഴെയുള്ളവരാണ്. ഒരു കെട്ടിടത്തിന്റെ ബലം ആ കെട്ടിടത്തിന്റെ ബേസ്മെന്റിലാണ്. ബേസ്മെന്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് മുകളിലിരിക്കുന്നവർ മൂക്കും കുത്തി താഴെ പോകും. ഇപ്പോൾ MA ബേബി എന്ന് പറയുന്ന പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് അറിയാം ചിലപ്പോൾ തനിക്ക് ശേഷം ഇനി ഈ പാർട്ടിയുടെ ഇന്ത്യയെ പോലും ഉണ്ടാവില്ല എന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ട്. കാര്യം MA ബേബിക്ക് ശേഷം ഇനി ആര് ഈ പാർട്ടിയെ നയിക്കും എന്ന് വെച്ചാൽ കേരളമാണ് CPM അവരുടെ സെൻട്രൽ കമ്മിറ്റിയിലുള്ളത് കേരളത്തിലുള്ളവരാണ്. അപ്പോൾ നമുക്ക് CPM കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇവർക്കൊരു കുഴപ്പമുണ്ട്. ഇപ്പം രഞ്ജിത്തിനെ ഇവരുടെ പിന്നെ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കി. രഞ്ജിത്തിനെ ചെയർമാനാക്കിയപ്പോൾ ചിലരൊക്കെ ചോദിച്ചു ഈ സംഘിപടങ്ങൾ എടുത്തു കിടക്കുന്ന, ഇപ്പം നമ്മൾ കലാകാരന്മാരാണ്, ഇപ്പം അദ്ദേഹം ഒരു ക്രിയേറ്ററാണ്, സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ സംഘി ഇപ്പം മോഹൻലാൽ മീശ വിരിച്ചിട്ടൊക്കെയുള്ള നമുക്കിഷ്ടപ്പെട്ട രാക്ഷസ രാജാവോ പോലെയുള്ള നിരവധി സിനിമകളുണ്ട്. പക്ഷെ അത് നമ്മൾ കാണുമ്പോൾ സംഘിവൽക്കരണമാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സംഘിവൽക്കരണത്തിൻ്റെ ആളായ രഞ്ജിത്തിനെ, അതായത് ഇതിനകത്തുള്ള വിഷയം എന്നറിയോ ഹർഷ, കാലാകാലങ്ങളിൽ ഈ സ്ഥാനമാനങ്ങൾ തേടി ഓരോ വെട്ടുക്കിളികൾ ഇങ്ങനെ വരും. ഇപ്പം ലൈറ്റ് എവിടെ കാണുന്നു അവിടേക്ക് കുറച്ച് നമ്മൾ രാത്രിയാകുമ്പോഴത്തേക്ക് നമ്മുടെ മിന്നാമിനിങ് വരുമെന്ന് പറയുമല്ലോ. സ്ഥാനമാനങ്ങൾ തേടി അതുവരെ ഏതെങ്കിലും പാർട്ടിയുടെ, ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. കാര്യം ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ചില മന്ത്രിമാരുടെ ഓഫീസിലും അവിടെ ഇവിടെയും അല്ലെങ്കിൽ ഭരണം ഇപ്പോൾ ഇതേപോലെ അവസരത്തിൽ ഭരണം മാറാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിലർ പിന്നെ സെക്രട്ടേറിയറ്റ് കാണത്തേയില്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഞങ്ങൾ പത്രത്തിലുള്ള മറ്റേ അങ്ങനെ കാണാനില്ല, അങ്ങനെ നോക്കിക്കോ, അടുത്ത ഭരണം വരുമ്പോൾ ഏതെങ്കിലും അക്കാഡമിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജസിൻ്റെയോ എൻസൈക്ലോപീഡിയയുടെയോ ചെയർമാനായിട്ടോ അല്ല അതായിട്ടോ ഇതായിട്ടോ ഡയറക്ടറായിട്ടോ ഒക്കെ വരുമെന്ന്. അതായത് മിന്നാമിനുങ്ങുകൾ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ വന്ന് കൂടുന്നത് പോലെ സ്ഥാനമാനങ്ങൾ ഇല്ലാതെ ഇവർക്ക് ജീവിക്കാൻ കഴിയും. ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരങ്ങനെ ചെല്ലും. അപ്പം നമ്മൾ ശരിക്കും മൂക്കത്ത് വിരൽ വയ്ക്കും. കാര്യം ഇന്നലെ വരെ പിന്നെ ഇന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഒപ്പം നടക്കുകയും ഇന്ന കോൺഗ്രസ് നേതാവിനൊപ്പം ചായ കുടിക്കുകയും അത്താഴം കഴിക്കുകയും ഇങ്ങനെയൊക്കെ നടന്നിരുന്ന ആൾക്കാർ ഇതാ ഇന്ന് പാർട്ടി മാറുമ്പോൾ അവരുടെ ആളായിട്ട് ഉടുപ്പ് തുന്നിയിരിക്കുന്നു. അവിടെ ഇവർക്ക് പറ്റുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ നല്ലതേത് അല്ലെങ്കിൽ മോശമേത് അല്ലെങ്കിൽ പാർട്ടിക്കാരനേത് പാർട്ടിയെ വെറുക്കുന്നവനേത് എന്നിവർക്ക് മനസ്സിലാക്കില്ല. അത് പറയാൻ ചെല്ലുന്നവരോട് ഇപ്പോൾ അഭിനവ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് നീയൊക്കെ അങ്ങോട്ട് മാറുന്നില്ല, ഞങ്ങൾക്കറിയാം ഇതൊക്കെ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾക്കറിയാം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ആൾക്കാരെ വേദനിപ്പിച്ചാൽ അവർക്ക് രക്ഷയില്ലാതെ അവർ പോവുക തന്നെ ചെയ്യും. ഇപ്പോൾ VS-നോടൊപ്പം നിന്ന സുരേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പോകുന്നു. ശരിക്കും ഈ പാർട്ടിക്ക് കിട്ടുന്ന ചെപ്പക്കുറ്റിലെ അടിയാണ്. ഈ പാർട്ടിക്ക് ഇപ്പം ഇദ്ദേഹത്തെ കാണാൻ പ്രേംകുമാറിനെ കാണാൻ കടകംപള്ളി പോയത് ഇപ്പോൾ ഹർഷ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും നീ ഒന്നും ചെയ്യല്ലേ. കാര്യം നാണം കെട്ട് ഇദ്ദേഹം മത്സരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചിലപ്പോൾ UDF സ്വതന്ത്രനായിട്ടായിരിക്കും നിൽക്കാൻ പോകുന്നത്. ഏതായാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി നമ്മൾ സമ്മതിച്ചു. വിസ്മയം അവസാനിക്കാതെ ഓരോരുത്തരെയും കണ്ടെത്തുന്ന ആൾക്കാരെ ഇവർ കണ്ടെത്തുന്നതല്ല ഇത്. അതാണ് അവിടെയാണ് വ്യത്യാസം. കോൺഗ്രസ് അല്ല ഈ പറയുന്ന ആളുകളെ കണ്ടെത്തുന്നത്. CPM കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ നിങ്ങൾ എടുത്തോളൂ, ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും, നിങ്ങൾ ഇവരെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് CPM ആണ് കയ്യിൽ കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ. അല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ഈ പറയുന്ന സാഹചര്യത്തിൽ അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്നറിയോ, ഈ പാർട്ടി നിങ്ങൾ കൊണ്ട് കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ ഇവർ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഇവർക്ക് നഷ്ടമാവുകയാണെന്നുള്ളത് അറിയുന്നില്ല. ഇവർ താഴേക്ക് പോവുകയാണ്. അല്പം മുമ്പ് നമ്മൾ സംസാരിച്ച പോലെ ഈ പറയുന്ന ജനറൽ സെക്രട്ടറി, ഇവരുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബേബി ആയിരിക്കാം ചിലപ്പോൾ ഈ പാർട്ടിയുടെ ഇന്ത്യയിൽ ഈ പാർട്ടിയുടെ അവസാനത്തെ ജനറൽ സെക്രട്ടറി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.